തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിലേറി നരേന്ദ്രമോദി. 72 അംഗ മന്ത്രിസഭയിൽ 61 മന്ത്രിസ്ഥാനങ്ങൾ BJP എടുത്തപ്പോൾ സഖ്യകക്ഷികൾക്ക് ലഭിച്ചത് 5 ക്യാബിനറ്റ് പദവി ഉൾപ്പെടെ 11 സ്ഥാനങ്ങൾ മാത്രം. JDU, TDP പാർട്ടികൾക്കും ലഭിച്ചത് ഓരോ ക്യാബിനറ്റ് പദവികൾ മാത്രം. സുരേഷ് ഗോപിക്കും നൽകിയത് സഹമന്ത്രിസ്ഥാനം മാത്രം. അർഹതപ്പെട്ട പദവികൾ ലഭിക്കാത്തതിൽ സഖ്യകക്ഷികൾക്ക് അതൃപ്തി. ക്യാബിനറ്റ് പദവി ലഭിക്കാഞ്ഞതോടെ മന്ത്രിസഭയുടെ ഭാഗമാകാതെ അജിത് പവാർ പക്ഷം മാറി നിൽക്കുന്നതും BJPക്ക് പ്രതിസന്ധിയാണ്. തുടർച്ചയായി 3 തവണ പ്രധാനമന്ത്രി പദത്തിലെത്തുകയെന്ന നെഹ്റുവിന്റെ ചരിത്രം സ്വന്തമാക്കി നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോഴും BJPക്ക് മുന്നിൽ കടമ്പകൾ ഏറെയാണ്. ക്ഷണിക്കപ്പെട്ട 8000-ഓളം അതിഥികൾക്ക് മുന്നിലായിരുന്നു മോദിയുടെ സത്യപ്രതിജ്ഞ. നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഈശ്വർ की शपथ लेता हूं कि മോദിക്കൊപ്പം 71 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. 30 ക്യാബിനറ്റ് മന്ത്രിമാർ, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ 5 പേർ, 36 സഹമന്ത്രിമാർ എന്നിങ്ങനെയാണ് കണക്ക്. മോദിക്ക് പിന്നാലെ രണ്ടാമനായി രാജ്നാഥ് സിംഗും മൂന്നാമതായി അമിത്ഷായും സത്യപ്രതിജ്ഞ ചെയ്തു. നിർമ്മല സീതാരാമൻ തന്നെയാണ് ഇത്തവണയും ക്യാബിനറ്റിൽ വനിതാമുഖം. നിതിൻ ഗഡ്കരി, മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവരും ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തിയപ്പോൾ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, ശിവരാജ് സിംഗ് ചൗഹാൻ, മനോഹർ ലാൽ ഖട്ടാർ എന്നിവരും ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തി. 30 ക്യാബിനറ്റ് മന്ത്രിമാരിൽ 5 എണ്ണമാണ് സഖ്യകക്ഷികൾക്ക് നൽകിയത്. JDS നേതാവ് HD കുമാരസ്വാമി, ജിതിൻ റാം മഞ്ചി, JDU നേതാവ് ലലൻ സിംഗ്, TDP നേതാവ് റാം മോഹൻ നായിഡു, ചിരാഗ് പാസ്വാൻ എന്നിവരാണ് ക്യാബിനറ്റ് പദവിയിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. സ്വതന്ത്ര ചുമതലയുള്ള 5 മന്ത്രിസ്ഥാനങ്ങളിൽ 3 എണ്ണം BJPക്കും, ശിവസേന ഷിൻഡെ വിഭാഗത്തിന് 1 സീറ്റും ജയന്ത് ചൗധരിക്ക് 1 സീറ്റും നൽകിയിട്ടുണ്ട്. സഹമന്ത്രി സ്ഥാനങ്ങളിൽ അപ്നാദൾ നേതാവ് അനുപ്രിയ പട്ടേൽ, TDP നേതാവ് ചന്ദ്രശേഖർ പെമ്മസനി, റിപ്പബ്ലിക് പാർട്ടി നേതാവ് രാംദാസ് അത്തവാലെ, JDU നേതാവ് രാംനാഥ് തക്കൂർ എന്നിവർ പങ്കിടുന്നുണ്ട്. കേരളത്തിൽ നിന്നും സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സഹമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. I, Suresh Gopi, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established. I, George Kurian, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established. സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം ഏറെ കൊട്ടിഘോഷിച്ചെങ്കിലും ക്യാബിനറ്റ് പദവിയോ സ്വതന്ത്ര ചുമതലയോ നൽകാൻ BJP നേതൃത്വം തയ്യാറായിട്ടില്ല. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ തന്നെ അജിത് പവാർ ഉൾപ്പെടെ അതൃപ്തിയുമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ കൂടി അന്തിമ രൂപത്തിലേക്ക് എത്തുമ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമായേക്കും. കൈരളി ന്യൂസ്, ഡൽഹി.